2007 വെറും 3 ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് കിട്ടിയിരുന്ന മാരുതി സുസുക്കി ആൾട്ടോ ഫുൾ ഓപ്ഷൻ വണ്ടി എന്ന് വെച്ചാൽ നോർമൽ ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ സഹായിച്ച ഒരു മെയിൻ വാഹനമായിരുന്നു മാരുതി ആൾട്ടോ. 2000-ലാണ് ആദ്യമായിട്ട് ആൾട്ടോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. നമുക്ക് ഓൾറെഡി മാരുതി 800 എന്നുള്ള കാരണം ആൾട്ടോ വന്നപ്പോൾ ഒന്ന് അപ്പ് മാർക്കറ്റ് ഫീൽ ആയിരുന്നു. അത് കുറെ മിഡിൽ ക്ലാസ് ബയേഴ്സിനെ അട്രാക്ട് ചെയ്തു. കാരണം ഇതുവരെ കണ്ടുവന്ന മാരുതി 800-നേക്കാളും കുറച്ചും കൂടി ഒരു മോഡേൺ ഡിസൈൻ ആയിരുന്നു ആൾട്ടോക്ക് ഉണ്ടായിരുന്നത്. 2007 എന്ന് പറയാൻ കാരണം എൻ്റെ വീട്ടിലും ആദ്യമായിട്ട് കാർ മേടിച്ചത് ആ വർഷത്തിലാണ്. അതും ആൾട്ടോ ആയിരുന്നു. അതിലാണ് ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത്. നമ്മൾ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിച്ച വണ്ടി എന്ന് നമ്മളെ മനസ്സിൽ ഉണ്ടാവും. കാരണം ആദ്യമായിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ ചെയ്യാൻ പഠിച്ച്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഒരിക്കലും മറക്കില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട് പഠിച്ചൊരു സംഭവമാണ് ഈ ഡ്രൈവിംഗ്. ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിച്ച വണ്ടി ആയതുകൊണ്ട് അതിനോടൊരു വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. നമുക്ക് 1983 മാരുതി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത മാരുതി 800 ഉണ്ടായിരുന്ന സെയിം എഞ്ചിൻ തന്നെ ആയിരുന്നു ആൾട്ടോയിൽ വന്നിരുന്നത്. മാരുതി 800 അതൊരു 37 BHP ആണ് പവർ ഔട്ട്പുട്ട് തന്നിരുന്നെങ്കിൽ നമുക്ക് ആൾട്ടോയിൽ വന്നപ്പോൾ അതൊരു 47 BHP ആയിട്ട് ഉയർന്നു. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു പെർഫോമൻസ് ഡ്രൈവിന് വേണ്ടിയിട്ട് ആൾട്ടോയിൽ തന്നെ 1.1 ലിറ്റർ എഞ്ചിനും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 1100cc 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ. അതൊരു റയർ വണ്ടിയാണ്. ഓൾമോസ്റ്റ് ഒരു 2000 മുതൽ ഒരു 2005 കാലയളവിൽ മാത്രമാണ് ആ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. സ്റ്റാൻഡേർഡ് ആൾട്ടോനെക്കാട്ടിയും കുറച്ച് പവർഫുൾ ആണ്. ഓൾമോസ്റ്റ് ഒരു 64 BHP പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് മാത്രമല്ല ഒരു 80 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് പെർഫോമൻസ് ഡ്രൈവ് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു വണ്ടിയായിരുന്നു. മാത്രമല്ല അതിന്റെ ഒരു കൂൾ എലമെന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് റിയർ വൈപ്പർ ഉണ്ടായിരുന്നു. പിന്നെ ടാക്കോമീറ്റർ ഉണ്ടായിരുന്നു. നോർമൽ നമുക്ക് ആൾട്ടോയിൽ ടാക്കോമീറ്റർ കിട്ടിയിരുന്നില്ല. ഇതൊക്കെ ഒരു നോർമൽ ഫസ്റ്റ് നമ്മൾ കാർ വാങ്ങാൻ പോകുന്ന ഒരാളുടെ മനസ്സിൽ ഇതൊക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. അപ്പോൾ മാരുതി 800-ന്റെ ബയേഴ്സൊക്കെ കുറച്ച് ആൾട്ടോയിലേക്ക് മാറാൻ തുടങ്ങി. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന മാരുതി 800 1983 ഇറങ്ങിയ SS80 എന്ന് പറഞ്ഞാൽ നമ്മളെ മാരുതി 800 ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിലാണ് അതിനെ മാരുതി 800 വിളിച്ചിട്ടുള്ളത്. അതിന് ശരിക്കുള്ള പേര് ആൾട്ടോ തന്നെയാണ്. 1979 ഇറങ്ങിയ വണ്ടിയാണത്. അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് 1983 വന്നപ്പോൾ അത് മാരുതി 800 ആയിട്ട് മാറി. മാരുതി 800-ന്റെ ഒരു സക്സസറാണ് ആൾട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആൾട്ടോ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ പോപ്പുലറായി, വളരെ ഹിറ്റായി, നല്ല സെയിൽസ് ആയിട്ടിരിക്കുമ്പോൾ 2005 തന്നെ ആ 1.1 എഞ്ചിന് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നത് ഈ 800cc എഞ്ചിനാണ്. അപ്പോൾ 2005 മുതൽ 2010 വരെയുള്ള ആൾട്ടോ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു മെച്യൂർഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആൾട്ടോക്ക് ഒരു കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ മാർക്കറ്റിൽ. ഇപ്പോൾ ഹ്യുണ്ടായി സാൻഡ്രോ കോമ്പറ്റീറ്റർ ആയിട്ട് പറയാമെങ്കിലും അതൊരു ടോൾ ബോയ് ഡിസൈനുള്ള ഹാച്ച് ബാക്ക് ആണ്. അതിന് നമുക്ക് വാഗനർ ഉണ്ട്. വാഗനറിലും ഈ സെയിം നമ്മൾ ആൾട്ടോയിൽ പറഞ്ഞ 1.1 ലിറ്റർ എഞ്ചിനായിരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് ആൾട്ടോക്ക് ഒരു കോമ്പറ്റീറ്റർ ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ മാരുതി 800 ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ക്ലാസിക് ഡിസൈനാണ്. അപ്പോൾ അതിനേക്കാൾ ഒരു അപ്പ് മാർക്കറ്റ് ആയതുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് തന്നെ മാറി. അങ്ങനെ 2005 1.1 എഞ്ചിന് ഡിസ്കണ്ടിന്യൂ ചെയ്തെങ്കിലും എന്തൂസിയാസ്റ്റുകളെ മീൻസ് ചെറിയ ഹാച്ച് ബാക്ക് ഓടിക്കുന്ന എന്തൂസിയാസ്റ്റുകളെ നിരാശപ്പെടുത്തില്ല. 2010 നമുക്ക് ആൾട്ടോ കേട്ടന് വന്നു. കേട്ടനിൽ യൂസ് ചെയ്തിരുന്ന 1000cc എഞ്ചിനാണ്. അപ്പോൾ ഈ 1.1 ലിറ്റർ എഞ്ചിന് ഓൾറെഡി വാഗനറിൽ നിന്ന് എടുത്ത് കളഞ്ഞിരുന്നത്. അതിനുശേഷം വാഗനറിൽ ഒരു എഞ്ചിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 1000cc എഞ്ചിന്. ആ സെയിം എഞ്ചിനാണ് ആൾട്ടോ കേട്ടനിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേട്ടനിൽ ഈ എഞ്ചിൻ വന്നതോട് കൂടിയിട്ട് വണ്ടിക്ക് പെർഫോമൻസ് കൂടി. ഒരു 67 BHP അതുപോലെ 89 Nm ടോർക്കുമായിട്ട് പവർ ഇൻക്രീസ് ചെയ്ത്. അപ്പോൾ ആ വണ്ടിയുടെ റെസ്പോൺസും എല്ലാതും കൂടി. കാരണം ഞാൻ നോർമൽ ആൾട്ടോ വീട്ടിലുള്ള സമയത്ത് ഒരു ആൾട്ടോ കേട്ടൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചപ്പോൾ ഭയങ്കര ഡിഫറൻസ് ആയി ഫീൽ ചെയ്ത്. അങ്ങനെ സെയിൽസ് എല്ലാം നല്ലപോലെ പോണ സമയത്താണ് 2012 ആൾട്ടോക്ക് ഒരു അപ്ഡേഷൻ വന്നത്. ആൾട്ടോ 800 എന്നുള്ള മോഡൽ. അതിൽ വണ്ടി ഫുള്ളി റീഡിസൈൻഡ് ആയി, വണ്ടി ലുക്കൊക്കെ ആകെ മാറി. അപ്പോഴും മാരുതി 800 ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് കേട്ടോ. അങ്ങനെ 2012 കഴിഞ്ഞ് 2014 വരെ നമുക്ക് ആൾട്ടോക്ക് ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയാൻ വേണ്ടിയിട്ട് മാരുതി 800 ഉണ്ടായിരുന്നു. പക്ഷെ മാരുതി 800 2014 ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി നോംസ് അത് മീറ്റ് ചെയ്യാണ്ട് വന്നു. അതാണ് മെയിൻ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള മെയിൻ റീസൺ. പിന്നെ ഫ്യൂൽ എമിഷൻ നോംസും ആ വണ്ടിയിൽ കൂടുതൽ എക്സ്പെൻസ് കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ട് നമുക്ക് മാരുതി 800 ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നഷ്ടമായി. ഓൾമോസ്റ്റ് ഒരു 33 വർഷത്തെ യാത്രക്കൊടുവിൽ മാരുതി 800 അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ നമുക്ക് ആൾട്ടോക്ക് ഒരു എതിരാളി എന്ന് പറയാൻ വേണ്ടി വന്നത് റെനോ ക്വിഡ് ആണ്. റെനോ ക്വിഡിലും ഇതുപോലെ 800cc എഞ്ചിൻ ഉണ്ടായിരുന്നു. റെനോ ക്വിഡ് ആൾട്ടോക്ക് ഒരു മെയിൻ കോമ്പറ്റീറ്റർ തന്നെയായിരുന്നു. ചെറിയൊരു വണ്ടിയാണ്, പക്ഷേ ഒരു SUV ടൈപ്പ് ലുക്കുള്ള ഒരു കുഞ്ഞൊരു ഹാച്ച് ബാക്ക് ആണ് ഈ റെനോ ക്വിഡ് എന്ന് പറയുന്നത്. അങ്ങനെ 2023 മാർച്ചിൽ മാരുതിക്ക് ഈ 800cc ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഒന്നുമല്ല, പുതിയ BS6 എമിഷൻ നോംസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ഇനി കൂടുതൽ പൈസ ചിലവാക്കി ഡെവലപ്പ് ചെയ്യണേക്കാട്ടി നല്ലത് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാമെന്ന് മാരുതിക്ക് തോന്നിയോണ്ട് 40 വർഷത്തെ യാത്രക്കൊടുവിൽ ആ എഞ്ചിനും ഡിസ്കണ്ടിന്യൂ ചെയ്തു മാരുതി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 40 കൊല്ലത്തോളം ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചിരുന്ന ഒരു എഞ്ചിനാണ് ഈ മാരുതിയുടെ 800cc എഞ്ചിൻ.
അങ്ങനെ ആൾട്ടോ 800 എന്നുള്ള നാമം കൂടെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പോയി. പിന്നെ ആൾട്ടോ കേട്ടൻ മാത്രമായി. ഇപ്പൊ ആൾട്ടോ കേട്ടന്റെ പുതിയ ജനറേഷനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പത്തെ ഡിസൈൻ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക ക്യൂട്ട് ലുക്കിംഗ് ആണ്. ഒന്നുകൂടി ഒരു ഫണ്ണിയാണ് വണ്ടി കാണുമ്പോൾ. അപ്പോൾ പഴയ ആൾട്ടോ മീൻസ് ഒരു 2010 ശരിക്കും പറയുകയാണെങ്കിൽ 2010 ഇറങ്ങിയ ആൾട്ടോ കേട്ടന്റെ ഡിസൈനാണ് ഒരു കുറച്ച് മെച്ചുവേർഡ് ആയിട്ടൊരു ഡിസൈൻ എന്ന് പറയാം. ഇപ്പോഴുള്ള കാർ എന്ന് പറഞ്ഞാൽ ശരിക്കും എൻട്രി ലെവലാണ്. ഒരു കോമ്പറ്റീറ്റർ പോലും ഇല്ല. കോമ്പറ്റീറ്റർ ആകെ ഉള്ളത് ക്വിഡ് മാത്രമാണ്. ഇപ്പോൾ ഹ്യുണ്ടയിൽ സാൻഡ്രോ ഇല്ല. ഇവരൊന്നും ആരും ഒരു കോമ്പറ്റീറ്റർ ഇല്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇത്രയും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുണ്ടായിരുന്ന സെഗ്മെന്റ് ഇപ്പോൾ വളരെ ചെറുതായി. എൻട്രി ലെവൽ ഹാച്ച് ബാക്കും സത്യം പറഞ്ഞാൽ ആർക്കും വേണ്ട എന്നുള്ള പോലത്തെ ഒരു സിറ്റുവേഷൻ ആയി. എന്തെന്നായാലും ഇപ്പോൾ ഒരു ബൈക്കിൽ പോണ ഫാമിലി ഇപ്പോൾ ബൈക്കിൽ നിന്ന് ഒരു ഫസ്റ്റ് കാറിലേക്ക് മാറുന്ന ഒരു ചെറിയ ഫാമിലിക്ക് എന്തുകൊണ്ടും വാങ്ങാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ ആൾട്ടോ എന്ന് പറയുന്നത്. ആൾട്ടോ കേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഓപ്ഷനേ ഉള്ളത്. ഒന്ന് ആൾട്ടോ കേട്ടനും വാങ്ങാം, അല്ലെങ്കിൽ ക്വിഡും വാങ്ങാം. ഈ രണ്ടുമാണ് ഇപ്പോൾ ഒരു എൻട്രി ലെവലായിട്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലുള്ളൊരു ബെസ്റ്റ് വണ്ടികൾ. എന്തുകൊണ്ടും ബൈക്കിൽ യാത്ര ചെയ്യണ ഫാമിലിനെക്കാട്ടിയും സേഫാണ് ഈ ആൾട്ടോയിൽ അല്ലെങ്കിൽ ക്വിഡിൽ യാത്ര ചെയ്യണ ഈ ചെറിയ വണ്ടിയിൽ യാത്ര ചെയ്യണ ഫാമിലി. അതുപോലെ സിറ്റി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാറാണ്. പിന്നെ വീട്ടിൽ വലിയൊരു കാറുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ പർപ്പസിന് ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ ഒരു വണ്ടി വേണം, ചെറുത് വേണം. അതുപോലെ ചെറിയ നാരോ റോഡിലൂടെയൊക്കെ പോകാൻ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ആൾട്ടോ ഒരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ആൾട്ടോനെ പറ്റിയിട്ട് എന്തെങ്കിലും സംസാരിക്കണം എന്ന് തോന്നി. കാരണം അതൊരു ഇമോഷണൽ കണക്ഷൻ ഉള്ളൊരു വണ്ടിയാണ്. കാരണം ഇപ്പോൾ വീട്ടിൽ ഫസ്റ്റ് എടുത്ത വണ്ടിയാണ്. അതുപോലെ ഞാൻ ഡ്രൈവിംഗ് ഫസ്റ്റ് പഠിച്ച വണ്ടി അതാണ്. അതുകൊണ്ട് ആൾട്ടോനെ പറ്റി ഒന്ന് പറയണം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇതുപോലെ വീട്ടിലത്തെ ഫസ്റ്റ് കാറിന്റെ വല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളവർ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. വിൽ സീ വിത്ത് അനദർ വീഡിയോ.